നമസ്കാരം. വിക്കി കൗശലിന്റെ ചാവ മൂവിയുടെ റിവ്യൂ ആണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ചാവ ഓടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല തിയേറ്ററിൽ തന്നെ പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. തീർച്ചയായിട്ടും. പടം എന്ന് പറയുന്നത് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജിന്റെ മകനായിട്ടുള്ള ഛത്രപതി സംഭാജി മഹാരാജിന്റെ കഥയാണ്. ജീവിതവും മരണവുമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. വിക്കി കൗശല് ഒരു രക്ഷയില്ല. വിക്കി കൗശല് നല്ല ഒരു ഞാൻ കണ്ടത് ഇനി ഒരു ബോളിവുഡിലെ ഒരു അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ വരാൻ പറ്റുന്ന ഒരു ആള് തന്നെയാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ വൈസ് ആയാലും പുള്ളിയുടെ എല്ലാം കൊണ്ടും ലാസ്റ്റ് അവസാനം 30 മിനിറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. നമ്മള് രോമം എഴുന്നേൽക്കുന്ന പോലത്തെ സീനാണ്. അത് അത്രയ്ക്കും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ അടുത്തിറങ്ങിയ ബോളിവുഡിന് അഭിമാനമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ചാവ. പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് AR റഹ്മാനാണ്. മ്യൂസിക് ഒക്കെ രക്ഷയില്ല. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലക്ഷ്മാൻ ഉട്ടേകർ ആണ്. നല്ല ഡയറക്ഷൻ. അദ്ദേഹം നല്ല കിട്ടിലുമായിട്ട് തന്നെ ഡയറക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ലക്ഷ്മാൻ ഉട്ടേകറാണ് അഭിനയിക്കുന്നത്. രശ്മിക മദന, വിക്കി കൗശല്, അക്ഷയ ഖന്ന. അക്ഷയ ഖന്നയാണ് വില്ലനായിട്ട്. ഔറംഗസീബായിട്ട് അഭിനയിക്കുന്നത് അക്ഷയ ഖന്നയാണ്. അക്ഷയ ഖന്ന ഒരു രക്ഷയില്ല. ആളുടെ അപ്പിയറൻസ് ആയാലും എല്ലാം പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. വിക്കി കൗശല് ഒന്നും പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. വിക്കി കൗശലാണ് ഈ സിനിമയുടെ മെയിൻ. ഛത്രപതി സംഭാജി മഹാരാജായിട്ട് വേഷമിടുന്ന വിക്കി കൗശൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അവസാന 30 മിനിറ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ആകട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, മേക്കിംഗ് ആവട്ടെ, എല്ലാ വയസ്സിലും മ്യൂസിക് ആവട്ടെ, എല്ലാ വയസ്സിലും നല്ലൊരു പടം. തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ് ചാവ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നന്ദി, നമസ്കാരം.